ഏവർക്കും നമസ്കാരം. ഏതാണ്ട് 350 വർഷങ്ങൾക്ക് മുമ്പ് 17-ാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ഔഷധ സസ്യങ്ങളെക്കുറിച്ചോ ഒരുപക്ഷെ സസ്യജാലങ്ങളെക്കുറിച്ച് പോലും ശാസ്ത്ര ഗവേഷണങ്ങളൊന്നും നടക്കാത്ത കാലത്ത് ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന ഗ്രന്ഥം ഉത്ഭവിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും കൂടുതൽ മനസ്സിലാക്കുവാനും പറഞ്ഞു തരുവാനുമായി നമുക്കിന്ന് സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്ന നമ്മുടെ അതിഥി കൊച്ചിയിൽ നിന്നുള്ള രാമകൃഷ്ണ കിണിസാറാണ്. അദ്ദേഹം കോർപ്പറേഷൻ ബാങ്ക് AGM ആയി റിട്ടയർ ചെയ്തിരിക്കുകയാണ്. ലോകസഞ്ചാരിയാണ്. അതുപോലെ തന്നെ കൊങ്കണി പ്രഭാഷകനാണ്. ഇത്തരം സസ്യജാലങ്ങളെക്കുറിച്ചും ഈ ഗ്രന്ഥത്തെക്കുറിച്ചും കൂടുതൽ അറിവും അതിന് കൂടുതൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് സ്വാഗതം. നമസ്കാരം. ഈ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു തരാം. ഹോർത്തൂസ് മലബാറിക്കൂസ് ഇൻഡിക്കൂസ്. ഹോർത്തൂസ് എന്ന് വെച്ചാൽ പൂന്തോട്ടം, മലബാറിക്കൂസ് എന്ന് വെച്ചാൽ മലബാറിലെ, മലബാർ എന്ന് വെച്ചാൽ പശ്ചിമ തീരം, ദക്ഷിണ പശ്ചിമ തീരം, ഗോവ മുതൽ കന്യാകുമാരി വരെയുള്ളത്. ഹോർത്തൂസ് ഇൻഡിക്കൂസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, അതായത് ഇന്ത്യയിലെ കേരളത്തിലെ, പ്രധാനമായിട്ട് പറയുന്നത് കൂടുതലും കേരളമാണല്ലോ, കേരളത്തിലെ പൂന്തോട്ടം, സസ്യാരാമം എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥത്തിൽ അതിൻ്റെ ശില്പികൾ അല്ലെങ്കിൽ അത് എഴുതിയതിൽ പ്രമുഖർ ആരൊക്കെയാണ്, അതിൻ്റെ നേതൃത്വം വഹിച്ചവരാരൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞു തരാം. ഈ ബൃഹത് ഗ്രന്ഥം സസ്യശാസ്ത്ര ഗ്രന്ഥം, അതായത് ഒരു വലിയ എൻസൈക്ലോപീഡിയ ആയിട്ടുള്ള ഈ പുസ്തകം 12 ഖണ്ഡങ്ങളായിട്ടുണ്ട്. അത് തയ്യാറാക്കുന്നതിൽ ഈ 12 ഖണ്ഡങ്ങളിലായിട്ട് 742 സസ്യങ്ങളെയും 794 ചിത്രങ്ങളും എംബോസ് ചെയ്ത ചിത്രങ്ങൾ വെച്ചിട്ടാണ് ചെയ്തത്. നെതർലാൻഡ്സിലാണ് അച്ചടിച്ചത്, ലാറ്റിനിലാണിത് തയ്യാറാക്കിയത്. ഇതിൽ 4 ഭാഷകളുണ്ട്: മലയാളം, കൊങ്കണി, ലാറ്റിൻ, അറബിക്. അങ്ങനെ കൊങ്കണിയും മലയാളവും ആദ്യമായിട്ട് പ്രിൻ്റായ, അതായത് മുദ്രണം ചെയ്ത പുസ്തകം ഇതിലൂടെയായിരുന്നു അച്ചടി മഷി പുരണ്ടത്. എന്താണ് ഇതിൽ, ആരൊക്കെയാണ് ഭാഗവാക്കുകൾ എന്നാണ് ചോദ്യം. പ്രധാനമായിട്ടും അന്നത്തെ ഡച്ച് ഗവർണറായിരുന്ന, മലബാറിലെ അല്ലെങ്കിൽ കൊച്ചിയിലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് എഡ്രിയാൻ വാൻറീഡ് തോത്ത് ഡ്രാക്കൻസ്റ്റൈൻ, ഇതിൻ്റെ മുഴുവൻ പേര് വാൻറീഡ് എന്ന് പറയാം നമുക്ക്. അദ്ദേഹം സൈനികനായിരുന്നു, ഇന്ന് കമാൻഡർ കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻ കമാൻഡറൊക്കെ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം ഗവർണർ. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന ബ്രെയിൻ അല്ലെങ്കിൽ മസ്തിഷ്കം. ഇതിൻ്റെ രചയിതാവെന്ന് പറയാം, ഇതിൻ്റെ പ്രചാരകനെന്ന് പറയാം, ഇതിൻ്റെ സമ്പാദകനെന്ന് പറയാം, എഡിറ്റർ എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ തലയിൽ ഉദിച്ച ഒരു ബുദ്ധിയാണ് ഈ പുസ്തകം ഉണ്ടാക്കാൻ കാരണമായി. അദ്ദേഹമാണ് പ്രധാനി. അദ്ദേഹം കുറേ പേരെ സംഘടിപ്പിച്ചു. അതിൽ പ്രധാനിയായിരുന്നു ഇട്ടി അച്യുതൻ എന്ന കൊടക്കരപ്പള്ളിയിലെ കൊല്ലാട്ടു വൈദ്യൻ. ചോക നാട്ടുവൈദ്യം അറിയുന്ന അദ്ദേഹം ചൊൽക്കെട്ട പുസ്തകം എന്ന പുസ്തകത്തിലൂടെ താളിയോല ഗ്രന്ഥങ്ങൾ നോക്കിയിട്ടായിരുന്നു ഇതിൻ്റെ പലതും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അനുഭവജ്ഞാനത്തിൽ അദ്ദേഹത്തെയും അതായത് വീര കേരളവർമ്മ അദ്ദേഹത്തോട് പറഞ്ഞിട്ടായിരുന്നു ഇവരെ വിളിപ്പിച്ചത്. വാൻറീഡ് രാജാവ് കൊച്ചിയിലേക്ക്, രാജാവല്ല വാൻറീഡ് ഗവർണർ, രാജാവ് പോലെ തന്നു, രാജാവിനേക്കാൾ കൂടുതൽ പവറായിരുന്നു, ബലമായിരുന്നു. അപ്പോൾ ആദ്യം ഇട്ടി അച്യുതൻ, പിന്നെ ഈ 3 കൊങ്കണി വൈദ്യർ, ആപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് പണ്ഡിറ്റ് എന്നീ 3 കൊങ്കണി വൈദ്യർ, കൊങ്കണി വൈദ്യത്രയങ്ങൾ എന്നാണ് പറയുന്നത്. അവരെ ഒന്നിച്ചായിരുന്നു വിളിച്ചതും. അവരൊരു സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. അപ്പോൾ ഈ 3 പേര് ഈ ഗ്രന്ഥരചനയിൽ അവർക്ക് എന്താണ് 4000 വർഷം പഴക്കമുള്ള മദനപാല നിഘണ്ടു, മഹാനിഘണ്ടു, ഔഷധ മഹാനിഘണ്ടു എന്ന് പറയുന്ന ആ നിഘണ്ടു ഇവർക്ക് പ്രയോജനമായി. ഇവരതൊക്കെ ബൈഹാർട്ട് പഠിച്ചിരുന്നു, ഹൃദിസ്ഥമായിരുന്നു. ഒരു ശ്ലോകം, ഇപ്പോൾ ഈ എന്തെങ്കിലും ഒരു ഇതിനെപ്പറ്റി, ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ചെമ്പരത്തിപ്പൂവിനെ പറ്റി പറയണമെങ്കിൽ ഹൈബിസ്കസ് റോസ സൈനൻസിസ് മൽവേസി എന്ന് പറയുന്ന ദ്വിനാമ വർഗീകരണത്തിലുള്ള ആ പുഷ്പത്തെ പറ്റി പറയുമ്പോൾ അവരുടനെ ആ ദക്ഷിണാഭൂല് എന്ന് പറഞ്ഞിങ്ങനെ ദക്ഷിണ പുഷ്പ എന്ന് പറഞ്ഞ് തുടങ്ങും. ആ ഒരു ശ്ലോകത്തിൽ ഇതിൻ്റെ എല്ലാ ഭാവങ്ങളും രാഗം എല്ലാം ഉണ്ടാവുന്നു. അതിൻ്റെ
എന്താണ് രുചി, അതിൻ്റെ നിറം എന്താണ്, അത് എവിടെ നിന്നാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ മെഡിക്കൽ ഇമ്പോർട്ടൻസ്, അതിൻ്റെ ഇല എങ്ങനെ ഇരിക്കും, തണ്ട് എങ്ങനെ, ഇതെല്ലാം അതിൽ നിന്ന് പഠിച്ച് ബൈഹാർട്ട് പഠിച്ചവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായി. അപ്പോൾ ഇവരങ്ങനെയായിരുന്നു. ഈ 742 സസ്യങ്ങളും ഇതിൻ്റെ പിന്നിൽ 35 വർഷത്തെ ശ്രമമുണ്ട്. പക്ഷേ ഇവർക്ക് 2 വർഷം ഇതിനുള്ള ജോലിയായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ ഒരു ദ്വിഭാഷ ഉണ്ടായിരുന്നു, ഇമ്മാനുവൽ കർണേറോ, അദ്ദേഹവും ഇതിന് സഹായിച്ചു. പിന്നെ ഫാദർ, ഒരു പാതിരി, കർമലൈറ്റ് പാതിരി, മത്തായൂസ് ഓഫ് ജോസഫ്, ആ മത്തായൂസ് എന്ന കർമലൈറ്റ് പാതിരിയും ഇതിൽ സഹകരിച്ചു. അദ്ദേഹത്തിനും ഇതിൽ ജ്ഞാനമുണ്ടായിരുന്നു, അനുഭവമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഇവരൊക്കെ കൂടിയിട്ട് പിന്നെ തീർച്ചയായും വീരകേരളവർമ്മ വളരെ സഹകരിച്ചിരുന്നു. പിന്നെ ഇവരുടെ അണ്ടർ ഒരുപാട് ഒരു 200ഓളം ആളുകളുണ്ടായിരുന്നു. 100 ഇന്ത്യക്കാരും 100 വിദേശികളും സഹായിക്കാൻ. ഈ ചിത്രം ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഓരോ സ്ഥലത്തും പോകണ്ടേ. ഫിലിപ്പീൻസിൽ നിന്ന് വരെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൂടുതലും ഈ കൊല്ലം, കൊടുങ്ങല്ലൂരിനും കൊല്ലത്തിനും ഇടയ്ക്കുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. പ്രത്യേകിച്ചും കൊച്ചി, എടപ്പള്ളി, കായംകുളം, ഈ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറഞ്ഞ സസ്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അധികവും കൊച്ചി സസ്യങ്ങളായിരുന്നു. പക്ഷെ അന്നത്തെ സസ്യങ്ങൾ ഇന്നില്ല. അപ്പോൾ അതെന്തെങ്കിലും ആട്ടെ, ഇതൊക്കെ ക്രോഡീകരിച്ച് വീണ്ടും ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ 12 പുസ്തകങ്ങളായിട്ട്. ഒറിജിനൽ പുസ്തകം ലാറ്റിൻ ഭാഷയിലായിരുന്നു. ഇവർ ഈ കൊങ്ങിണി വൈദ്യന്മാരെ മിറ്റിയച്ചൂരും കൂടെ കൂടിയിട്ട് മലയാളവും ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കൊച്ചി കോട്ടയിലിരുന്ന്, കൊച്ചിയിൽ ഇവിടെ ഡേവിഡ് ഹാൾ എന്നും അവിടെയായിരുന്നു, അതിൻ്റെ തലസ്ഥാനം ഇവിടെയായിരുന്നു. ഈ പുസ്തകം ഇരുന്ന് ചെയ്ത ഈ 12 ഖണ്ഡങ്ങൾ 2 വർഷം പ്രയത്നിച്ചാണ് ഈ കൊങ്ങിണി വൈദ്യനും ഇത് ചെയ്തത്. ഇട്ടിയച്ചനും ഇതിൽ ഒരുപാട് സഹകരണം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ എഴുത്ത് കുത്തുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ആ ഒരു ശില്പശാല എന്ന് പറയുന്നത് കൊച്ചിയിലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് എവിടെയായിരുന്നു? അതിവിടെ കൊച്ചിയിൽ, ഫോർട്ട് കൊച്ചിയിൽ ഡേവിഡ് ഹാൾ എന്നുണ്ട്. അവിടെ ഇരുന്ന്, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തലസ്ഥാനം. ഈ വാൻഡ്രീഡിൻ്റെ ഡച്ച് ഗവർണർ വാൻഡ്രീഡ് അവിടെ ഇരുന്നിട്ടാണ്, അതങ്ങനെ എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു. അവിടെ എല്ലാവരെയും വരുത്തി. അടുത്ത് തന്നെ കോട്ടയുണ്ടായിരുന്നു. നമ്മുടെ കോട്ടയിൽ വരികയെന്ന് വെച്ചാൽ അവിടെയാണ് വരേണ്ടത്, ഓഫീസായിരുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ആരാമം, അതായത് ഒരു സസ്യോദ്യാനം ഉണ്ടായിരുന്നു, ഹൊർട്ടൂസ്. അതിപ്പോഴും ഹൊർട്ട സ്ട്രീറ്റ്, ഹൊർട്ട അല്ലെങ്കിൽ ഓടത്ത, അത് മാറി മാറി ഹൊർട്ടൂസ് ഉള്ളത് ഒർത്ത എന്നാണ് അത് പറയുന്നത്. അത് ഓടത്തയായി. ഓടത്ത സ്ട്രീറ്റിൽ നിന്ന് അവിടെ ഫോർട്ട് കൊച്ചിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു പില്ലർ, അതിൻ്റെ ഒരു സ്തംഭം ഇപ്പോൾ നമുക്ക് ദർശിക്കാൻ കഴിയും. അതിൻ്റെ ഒരു സ്മരണികയായിട്ട് ഇപ്പോഴും അവിടെ ഉണ്ട്, സ്മരണികയായിട്ട്. അതായത് എന്താ പറയുക, അതിനൊരു സ്മാരകമായിട്ട് അതിപ്പോഴും നിൽക്കുന്നു. ഈ പുസ്തകമൊക്കെ രചിക്കുമ്പോൾ അവിടെ വളർത്തിയിട്ട് ചില ചെടികളൊക്കെ നോക്കണം, ഈ കാലാവസ്ഥയിൽ ഇത് വളരുമോ, ഇതൊക്കെ നോക്കിയിട്ട് അവർ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഇതായിരുന്നു അതിൻ്റെ തലസ്ഥാനം. ഈ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് പണ്ഡിത 3 വൈദ്യരും കൊച്ചിക്കാരായിരുന്നു. അവർ ഗോവയിൽ നിന്ന് നമ്മളെല്ലാം കൊങ്ങണികൾ വരുന്ന പോലെ അവരും വന്ന് ഇവിടെ സെറ്റിലായവരാണ്. അതിൽ പോർച്ചുഗീസ് അറിയാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു പണ്ഡിറ്റ് അപ്പുഭട്ട് രംഗഭട്ട്. വിനായക പണ്ഡിറ്റ്, അദ്ദേഹത്തിന് പോർച്ചുഗീസും വശമാണ്. ഈ കൊങ്കിണി ത്രയങ്ങൾ, വൈദ്യ ത്രയങ്ങൾ ഇതിൽ വളരെ പ്രമുഖ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. ഇവർക്ക് വേണ്ടി എന്തെങ്കിലും കൊച്ചിക്കാർ എന്തെങ്കിലും സ്മാരകങ്ങൾ പണിയോ, അവരെ ഓർമ്മിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും അവർ പണി കഴിപ്പിച്ചിട്ടുണ്ടോ? സത്യം പറയുകയാണെങ്കിൽ സ്മാരകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രധാന സ്മാരകം കൊച്ചിയിലുള്ള ഒരു പ്രതിമ പോലെയുള്ള, ഈ കേരളയിൽ തന്നെ കൊച്ചി തിരുമല ദേവസ്വം ക്ഷേത്രത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ ആൽമരത്തിൻ്റെ അടുത്ത് ഒരു സ്മാരകം, അതായത് ഒരു പുത്ല അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ 3 വൈദ്യത്രയങ്ങളുടെ പ്രതിമയാണ്. അവരുടെ സർട്ടിഫിക്കറ്റും എല്ലാം ഒന്നിച്ചായിരുന്നു അവർ. അതുകൊണ്ടാണ് വൈദ്യത്രയങ്ങളെന്ന് വിളിക്കുന്നത്. ഇവരുടെ ജ്ഞാനം അപാരമായിരുന്നു. പിന്നെ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഇപ്പോൾ ഈ പില്ലറുണ്ട് അവിടെ ഹൊടത്ത സ്ട്രീറ്റിൻ്റെ അടുത്ത്. അതുപോലെ ഡേവിഡ് ഹാളിൽ വെച്ചായിരുന്നു ചെയ്തത്, അതൊക്കെ ഇവിടെ ഉണ്ട് ഇപ്പോഴും. ഇതിൻ്റെ പല സ്ഥലങ്ങളുണ്ടെങ്കിലും പ്രധാനമായിട്ട് ഇതായിരുന്നു. വേറെ സ്മാരകമായിട്ട് കൊച്ചിയിലൊന്നും വേറെ ഇല്ല. ഇതിനു വേണ്ടി ഒരുപാട് അഹോരാത്രം പ്രവർത്തിച്ചവർ അനുഗ്രഹ ചാരിറ്റബിൾ ട്രസ്റ്റ്, അവർ മുഖേനയാണ് ഇത് ചെയ്തത്. അതുപോലെ ഞാനും ഇതിനെപ്പറ്റി ഒരു പുസ്തകം, ചെറുതായ പുസ്തകം, രമേശ് പിയുടെ ഹൊർത്തൂസ് മലബാറിക്കുറിച്ച് വളക്കും. ഈ കിണി സർ, അതുപോലെ തന്നെ ഈ പുസ്തകം എന്ന് പറയുന്നത് ലാറ്റിൻ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതാണെന്നാണല്ലോ പറയുന്നത്. പക്ഷേ ഇന്നത്തെ കേരളത്തിൽ നമ്മുടെ ആൾക്കാർക്ക് അല്ലെങ്കിൽ ശാസ്ത്ര വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് പഠിക്കാൻ ഉതകുന്നത് ഇതിൻ്റെ പരിഭാഷയാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുള്ള ഈ പരിഭാഷയുടെ പിറകിൽ ആരായിരിക്കും പ്രവർത്തിച്ചിട്ടുണ്ടാവുക? കാട്ടുങ്കൽ സുബ്രഹ്മണ്യം മണിലാൽ, പ്രൊഫസർ KS മണിലാൽ, പ്രൊഫസർ എമരിറ്റസ് ബോട്ടണി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ സന്ദർശിച്ചിട്ടുണ്ട്. 86-ാം വയസ്സിൽ ജനുവരി 1, 2025 അദ്ദേഹം ദിവംഗതനായി. ഒരുപാട് ചെയ്ത മനുഷ്യനാണ് ഇതിനു വേണ്ടി. തൻ്റെ ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട്, 50 വർഷം ഇതിൻ്റെ ഗവേഷണത്തിലും ഇത് ഓരോന്നും സംഗ്രഹിക്കുന്നതിലും, 35 വർഷം ഇതിൻ്റെ ഈ
പരിഭാഷയിലും അദ്ദേഹം ചെലവാക്കി. ജീവിതം ഒഴിഞ്ഞു വെച്ചു ഇതിനു വേണ്ടി. ഇംഗ്ലീഷിൽ 2003 മലയാളത്തിൽ 2008 ഇതിൻ്റെ 12 ഖണ്ഡങ്ങളും 12 വോള്യൂംസും അദ്ദേഹം ഇറക്കി, ട്രാൻസ്ലേഷൻ ചെയ്തു. 35 വർഷം ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. ജീവിതം തന്നെ അദ്ദേഹം ഒരു തളർവാദം, ഒരു ഭാഗത്ത് ഫുള്ള് തളർച്ചയുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ പോയി കണ്ടപ്പോഴും. അപ്പോൾ ഇതിനു വേണ്ടി അദ്ദേഹത്തിന് ആ റെക്കഗ്നേഷൻ കിട്ടിയില്ല. സത്യം പറഞ്ഞാൽ അംഗീകാരം കിട്ടാത്ത ഒരു മനുഷ്യനായിരുന്നു. ഈ 12 ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ ഇനോഗുറേഷൻ, അതായത് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ടേ ഇല്ല. ആ ഉദ്ഘാടനം ചെയ്യുമ്പോൾ മറ്റുള്ളവരായിരുന്നു, അദ്ദേഹം അത് അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു. അതുപോലെ ഈ മലയാളം പതിപ്പുകൾ വരുമ്പോൾ ഒരു ദിവസം മുമ്പ് പറഞ്ഞു അദ്ദേഹത്തിന് ഫുള്ള് വളരെ തീവ്രമായിട്ടുള്ള രോഗത്തിൽ മൂർച്ഛിച്ച് കിടക്കുന്ന സമയത്തായിരുന്നു അത് വന്നത്. അടുത്ത ദിവസം കാലത്ത് ആ ഫംഗ്ഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അതിനും അദ്ദേഹത്തിന് പങ്കെടുക്കാൻ സാധിച്ചില്ല. എന്നാലും 2020 അദ്ദേഹത്തിന് പത്മശ്രീ നൽകി ഈ ഭാരതം അംഗീകരിച്ചു. മാത്രമല്ല ഈ നെതർലാൻഡ്സ് അവരുടെ ഒരു അവാർഡും അദ്ദേഹത്തിന് സിദ്ധിച്ചിട്ടുണ്ട്. ഇത്രമാത്രം ബോട്ടണിക്ക് വേണ്ടി, ടാക്സോണമിക്ക് വേണ്ടി, അല്ലെങ്കിൽ സസ്യവർഗീകരണ ശാസ്ത്രത്തിന്, വൈദ്യശാസ്ത്രത്തിന് വേണ്ടി പ്രയത്നിച്ച ഈ മനുഷ്യൻ ജ്ഞാനിയാണ്, ഒരുപാട് ഉപകാരമാണ്. നമ്മുടെ കേരളീയനാണ്, മലയാളിയാണ്. മാത്രമല്ല ഈ പുസ്തകമാണ് ഇന്ന് പലർക്കും പ്രചോദനമായത്. അല്ലെങ്കിൽ ലാറ്റിൻ നമുക്ക് ആർക്കും അറിയില്ല. അതെ, മലയാളവും ഇംഗ്ലീഷും വന്നതുകൊണ്ട് നമുക്കെല്ലാം അതിനെപ്പറ്റി പലരും ഗവേഷണം ചെയ്യുന്നു. ഇനിയും ഒരുപാട് ഗവേഷണം ചെയ്യാനുണ്ട്. അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ വന്നു. ഈ പുസ്തകങ്ങൾ ഇപ്പോൾ 12 വോളിയമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അത് കിട്ടുവാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ ആരൊക്കെയായിട്ട്, അല്ലെങ്കിൽ ഏത് സംഘടനകളുമായിട്ടൊക്കെയാണ് ഇതിൽ സമീപിക്കാൻ കഴിയുക? സത്യം പറയുകയാണെങ്കിൽ ഇത് ഇന്ത്യയിൽ മുഴുക്കെ നോക്കുകയാണെങ്കിൽ ഒരു 6-7 പുസ്തകങ്ങൾ മാത്രമേ ഒറിജിനൽ ആയിട്ട് ഉണ്ടാവുള്ളൂ. ഒറിജിനൽ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ സൈസ് അല്ല, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉള്ള പതിപ്പുകളാണ്. അത് കിട്ടും, പക്ഷെ അത് ഈ സൈസാണ്. പക്ഷെ ശരിക്കും പറഞ്ഞത് ഡബിൾ ഫോളിയോ സൈസാണ് ചിത്രങ്ങൾ. ഇത് പാതിയാക്കിയിരിക്കുകയാണ് ഈ പുസ്തകം സൗകര്യത്തിന് വേണ്ടി. ഡബിൾ ഫോളിയോ ചിത്രങ്ങളും സിംഗിൾ ഫോളിയോ ടെക്സ്റ്റും. അങ്ങനെ ഒറിജിനൽ ലാറ്റിൻ ഒരു പുസ്തകം 12 എണ്ണം ഉണ്ട്. ഒരു പുസ്തകം 500 പേജായിരുന്നു. അപ്പോൾ 15-60 6,000 സമ്മതിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത് കൊച്ചിയിൽ രചിച്ചു, ഹോളണ്ടിലാണ് ഇതിൻ്റെ മുദ്രണം നടന്നത്. അതുപോലെ ഇത് ലോകം മുഴുക്കെ ശാസ്ത്രത്തിന് പ്രയോജനമായി. ഇതൊരു മനുഷ്യന്റെ സമർപ്പണം അല്ലെങ്കിൽ ദാനമായിരുന്നു അദ്ദേഹത്തിന്റെ, ഇതിന്റെ പങ്കാളികളുടെ എല്ലാവരുടെയും. ഈ പുസ്തകം എടുത്തപ്പോഴാണ് ഒരു കാര്യം ചിന്തിക്കുന്നത്, അതിന്റെ പുറത്തുള്ള ആ ചിത്രം വാസ്തവത്തിൽ എത്ര പ്രാധാന്യത്തോടു കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിൽ ആരൊക്കെയാണ്? ഈ ചിത്രം വളരെ അർത്ഥവത്തായ ഒരു ചിത്രമാണ്. വിചാരിക്കും എന്തോ ഒരു ചിത്രം, ഒരു തോട്ടം, ഒരു ബംഗ്ലാവ് തോട്ടം, ഒരു തോട്ടത്തിലെ ബംഗ്ലാവിന്റെ ഒരു പ്രവേശന കവാടമാണ് കാണിച്ചിരിക്കുന്നത്. തോട്ടത്തിലെ ബംഗ്ലാവിന്റെ പ്രവേശന കവാടം. ഈ പ്രവേശന കവാടത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ചെറിയ തെറ്റുണ്ട്. തെറ്റെന്ന് വെച്ചാൽ ഇതിന്റെ എല്ലാ ചിത്രങ്ങൾക്കും ആ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല. കാരണം എന്തുകൊണ്ടെന്നാൽ ഇടത്തുള്ളത് വലത്തായി. അപ്രസക്തമായ ഒറിജിനൽ ലാറ്റിനിൽ ഇതെല്ലാം റിവേഴ്സ് ആയി. അല്ല, ഈ രാജ്ഞി അല്ലെങ്കിൽ ഈ ദേവി അല്ലെങ്കിൽ രാജ്ഞി ഇരിക്കുന്നത് ഇടത്തുവശത്താണ്. അപ്പോൾ ഇതാണ് 2 വിധത്തിൽ പറയുന്നു. ഗ്രീക്ക് ഈ കൃഷിയുടെ രാജ്ഞി എന്ന് പറയുന്നു ഇവരെ. മെർസിയ എന്തോ വേറെ പേരുണ്ട്. ഫ്ലോറ എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. കാരണം ഫ്ലോറ എന്നത് റോമൻ രാജ്ഞിയാണ്. ഫെർട്ടിലിറ്റി, എന്താ പറയുന്നത്, നല്ല പുഷ്ടിയുള്ള ഈ സസ്യജാലങ്ങളുടെ രാജ്ഞിയാണ്. ഫ്ലവേഴ്സ്, പുഷ്പങ്ങളുടെ രാജ്ഞിയാണ്, ദേവിയാണ്. അങ്ങനെ ഫ്ലോറ. ഈ 4 പേര് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ 3 പേര് ഈ കാണിച്ചത്. ഓരോരുത്തരുടെ കയ്യിലും ഓരോ വള്ളി, ഒരു സസ്യമുണ്ട്. സസ്യത്തിന് ഇത്ര പ്രാധാന്യം കൊടുത്ത ഒരു പുസ്തകമെന്ന് പറയുകയാണ്. അതുപോലെ ഇതിൽ ഒരു പുറകിലൊരു കുടുംബമൊക്കെ വെച്ചൊരു മനുഷ്യൻ, അതായത് അദ്ദേഹം ഇരിക്കുന്നുണ്ട്. അദ്ദേഹമാണ് നാട്ടുവൈദ്യനായ കൊല്ലാട്ട് വൈദ്യൻ ഇട്ടിയാച്ചു ചേർത്തലയിൽ. ഈ 3 പേരാണ് അപ്പുഭട്ട്, രംഗഭട്ട് ആൻഡ് വിനായക് പണ്ഡിറ്റ്. ഇതൊരു സിംബോളിക് ചിത്രമാണ്. ഇത് രാജ്ഞി. ഇതൊക്കെ ഫ്ലോറ എന്ന് പറയുന്നത് ഈ സസ്യജാലത്തിൻ്റെ രാജ്ഞി, പുഷ്പങ്ങളുടെ രാജ്ഞി, ഫെർട്ടിലിറ്റി അല്ലെങ്കിൽ സമ്പുഷ്ടമായ അതിൻ്റെ രാജ്ഞി എല്ലാമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിനകത്ത് തെങ്ങ് പ്രധാനമായിട്ടും ആദ്യമായിട്ട് ഈ പുസ്തകത്തിൽ പറയുന്നത് തെങ്ങാണ്. കണ്ടോ, തെങ്ങ് കൊക്കോസ് ന്യൂസിഫറ. പാൽമയായിരുന്നു പഴയ കാലത്ത് ഞാൻ പഠിക്കുമ്പോൾ. അതിപ്പോൾ എരക്കേസിയെ എന്ന വർഗ്ഗമായി. തെങ്ങിൻ്റെ തന്നെ ഒരുപാട് ചിത്രങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ ചിത്രങ്ങൾ കൂടുതലാണ്. 742 സസ്യങ്ങളേ ഉള്ളൂ, 794 ചിത്രങ്ങൾ. ഇതാണ് കാരണം. പിന്നെ ഈ പറഞ്ഞ ഹോർത്തൂസ് മലബാർ, ഇവിടെ ഇതാണുള്ള ഒരു കവാടം, ഒരു വാതിൽ. പിന്നെ ഈ 2 കൃഷി ചെയ്യുന്നവർ,
അല്ലെങ്കിൽ കർഷകരെന്ന് പറയാം. ഒരു സ്ത്രീയും ഒരു പുരുഷനും കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓരോരുത്തരുടെ കയ്യിൽ ഒരു സസ്യമുണ്ട്. പിന്നെ ഇവിടെ ഒരു 2 വൃത്തങ്ങൾ കാണിക്കുന്നത്. ആ വൃത്തങ്ങൾ എന്താണെന്ന് വെച്ചാൽ പൗരസ്ത്യ പാശ്ചാത്യത്തിൻ്റെ ഒരു ഒത്തൊരുമയാണ് ഈ ഹോർത്തൂസ് മലബാറിക്കൂസ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഹോർത്തൂസ് ഗാർഡൻ ഓഫ് മലബാർ. അതെ, ഇത് മലബാറിന്റെ അല്ല, ലോകത്തിന്റെ തോട്ടമാണെന്ന് പറഞ്ഞു. മലബാർ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്, ഒരു പ്രതിനിധീകരണം മാത്രം. ഇനി സാർ ഇപ്പൊ ഈ ചിത്രങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. ഈ ലാറ്റിൻ പുസ്തകത്തിലാണെങ്കിലും ഇതിലാണെങ്കിലും ഒക്കെ ഒരുപാട് ചിത്രങ്ങൾ, സസ്യജാലങ്ങളുടെ ചിത്രങ്ങളെയും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെ, അത് വെറും ചിത്രങ്ങളല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. ആ ചിത്രങ്ങൾ സംസാരിക്കുന്നുണ്ട് ചില സാമൂഹ്യ പശ്ചാത്തലങ്ങളെ കുറിച്ചും എല്ലാം. അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? അതായത് ഈ പറഞ്ഞ പുസ്തകത്തിൽ ആദ്യത്തെ കേരളത്തിൻ്റെ പേര് തന്നെ കേരളം, കേരത്തിൻ്റെ നാട്, കേരനാട് എന്ന് വെച്ചാൽ തെങ്ങിൻ്റെ നാടെന്നാണ്. ഇപ്പോൾ തെങ്ങൊക്കെ കുറഞ്ഞു. ഇതിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് വിവരിച്ചിരിക്കുന്നത് തെങ്ങിനെ പറ്റിയാണ്. ഈ കോപ്പീസിൽ ഇത് തീർച്ചയായും മലയാളം ഇംഗ്ലീഷ് പതിപ്പുകളിൽ ഫോട്ടോ കോപ്പി എടുത്തതുകൊണ്ട് അത്ര ക്ലിയർ അല്ല. ഒറിജിനൽ ലാറ്റിനിലാണ് അച്ചടിച്ച മാതിരി ചിത്രങ്ങളുള്ളത്. ഈ ചിത്രങ്ങൾ യഥാർത്ഥ ചിത്രങ്ങൾ ലാറ്റിനിൽ കാണണം. ഭാഷ അറിയില്ലെങ്കിൽ ചിത്രങ്ങൾ അത് വെച്ച് തന്നെയാണ്. നെറ്റിൽ കിട്ടും, ഇപ്പോൾ ഒറിജിനൽ ചിത്രങ്ങൾ കിട്ടും. എന്ത് ഭംഗി ചിത്രം! നിങ്ങൾ ഫോട്ടോ എടുത്താൽ വരെ അത്രയ്ക്ക് ഭംഗി. പക്ഷേ ഇതിനകത്ത് ഭംഗി ചിത്രത്തിനില്ല. നമുക്കൊരു ഉപകാരപ്രദമാകും, പക്ഷേ ഇതൊരു ഇൻഡിക്കേഷനാണ്. കണ്ടോ, ഫോട്ടോ കോപ്പി എടുക്കുമ്പോൾ ഒരുപാട് കറുത്തു പോയി. അതിൽ ഓരോ അതിൻ്റെ ഓരോ ഇതും ഭാഗവും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ചിത്രങ്ങൾ, സംസാരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഈ തെങ്ങ് അല്ലെങ്കിൽ ഈ തേങ്ങ, പണ്ടത്തെ കാലത്ത് ചന്ദ്രക്കല ഇല്ലായിരുന്നു. ഈ കാലത്ത് ചന്ദ്രക്കല ഇല്ലാത്തതുകൊണ്ട് തെങ്ങെന്നല്ല, തെങ്ങ എന്നാണ് പറയുന്നത്. കോക്കനട്ട് ട്രീ, മൊക്കോസ്നിസ്ഫറ. അതിൽ ഒരു മഠം എന്ന് വെച്ചാൽ ഒരു ചെറിയ കുടം, കള്ള് തയ്യാറാക്കുന്ന ഒരു കുടം മുകളിൽ കാണാം നമുക്ക്. ഈ മരത്തിൻ്റെ മുകളിൽ, ഈ തെങ്ങിൻ്റെ മുകളിൽ. അന്നത്തെ കാലത്ത് മദ്യപാനം അവർ ചെയ്തിരുന്നു. ആ സമയത്തും ഇതൊരു ഇൻഡസ്ട്രി ആയിരുന്നു മദ്യപാനത്തിൻ്റെ. മരം കയറുന്ന ആൾക്കാരുണ്ടായിരുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു അർത്ഥം. പിന്നെ ഇതുപോലെ വേറൊരു ചിത്രത്തിൽ ഒരു നായർ പടയാളിയും വാൻഡ്രീഡും ഒരു മരത്തിൻ്റെ കീഴിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, ഒരു പനയുടെ കീഴിൽ. ആ സമയത്ത് ഇവരൊക്കെ വളരെ ആരോഗ്യവാന്മാരായിരുന്നു. ഈ വാൻഡ്രീഡ്, പ്രഭു കുടുംബത്തിലെ വാൻഡ്രീഡ് തന്നെ, ഡച്ച് ഗവർണറായിരുന്ന വാൻഡ്രീഡ് തന്നെ ഒരു പടയാളിയോട്, ആയുധമൊക്കെ ഉണ്ട്, കയ്യിൽ വാളുണ്ട്, ഇതൊക്കെ ഉണ്ട് കയ്യിൽ. ആ പടയാളിയോട് ഭൂമി, അതായത് അവിടെ കോട്ടയിലല്ല ഇരിക്കുന്നത്, വന്നിട്ട് അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് സൗകര്യങ്ങൾ വേണം, ആ കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം നടക്കും. അതൊരു അർത്ഥവത്തായ ഒരു ഇതാണ്. അതായത് വാൻഡ്രീഡ് അവിടെ ഇരുന്നല്ല ചെയ്യിച്ചത്, ഇദ്ദേഹം ഇതിനു വേണ്ടി നാച്ചുറലിസ്റ്റാണ്, ബോട്ടനെ അറിയില്ലെങ്കിലും ഇതിൽ താല്പര്യമെടുത്ത് ഇത് പഠിച്ചിട്ട് ഓരോരുത്തരും ചെയ്യിച്ചതാണ് എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു ഭംഗിയുള്ള ഒരു ചിത്രം, പ്രകൃതി രമണീയമായ ഒരു ചിത്രം, ഒരു സസ്യം. ആ സസ്യത്തിൻ്റെ പേരാണ് ഓസ്ബെക്കിയ. ആ ഓസ്ബെക്കിയ എന്ന സസ്യം ചെറിയ ഇലയുള്ള ഒരു സസ്യമാണ്. അതിന് ചെറിയ ജാമ്പക്ക പോലെ ചെറിയ ഇത് വരും, അതിൻ്റെ ഫലങ്ങളുണ്ടാവും. ആ മരത്തിൻ്റെ പുറകിൽ അതൊരു ചെറിയ കുറ്റിച്ചെടിയാണ്, ഹെർബാണ്. അതിൻ്റെ പുറകിൽ ഫുൾ നമുക്കൊരു സീനറി കാണാൻ പറ്റും, ഈ സിനിമയിലത്തെ പോലെ. ആ സീനറിയിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അക്കാലത്ത് അത്ര ഭംഗിയായിരുന്നത്. മരങ്ങൾ, കുറ്റിച്ചെടികൾ, ചെടികൾ, വള്ളികൾ, വള്ളിപ്പടർപ്പുകൾ, കാവുകൾ, അതുപോലെ പുഷ്പിതമായ ചെടികൾ ഒരുപാട് കാണിക്കുന്നുണ്ട്. കല്ലിൽ, പാറയിൽ നിന്നുള്ള ഒരു പുഷ്പമുള്ള ഒരു പുഷ്പിണി, സപുഷ്പിയായ ഒരു സസ്യം. അതായത് കല്ലിലും പാറയിലും മുള്ളിലും എല്ലായിടത്തും സസ്യം വളരും. ഈ സസ്യങ്ങളൊക്കെ ഔഷധികളായിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അതായത് ഔഷധമില്ലാത്ത സസ്യമില്ലെന്നാണ് സംസ്കൃതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ശ്ലോകം. അപ്പോൾ ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് വേറൊരു ചതുപ്പ് നിലത്തിൽ, ഉപ്പുവെള്ളത്തിൽ, നദിയിൽ, അരുവികളിൽ ഇതെല്ലാം സസ്യങ്ങളുണ്ടാവും. അങ്ങനെ ഒരു ഹരിതാപമായ ഒരു ഭൂമി, സസ്യജാല വൈവിധ്യം അല്ലെങ്കിൽ സസ്യവൈവിധ്യം എന്ന് പറയാം. അത് തന്നെ ബയോഡൈവേഴ്സിറ്റി ഇതിനകത്ത് നമുക്ക് ദർശിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിനകത്ത് ഈ എന്താ പറയുക, സസ്യജാലങ്ങൾ, പക്ഷികളെ ഒന്നും കാണിച്ചില്ല. പ്രാമുഖ്യം ബോട്ടണിക്കാണ്. അല്ലെങ്കിൽ ഒരു പക്ഷി പറക്കുന്നതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ. ജന്തുശാസ്ത്രത്തെ പറ്റി ഇതിൽ പറഞ്ഞിട്ടില്ല. കേരള സ്ലിന്നേഴ്സ് എന്ന സ്വീഡിഷ് ശാസ്ത്രജ്ഞന് ഈ പുസ്തകങ്ങളാണ് പ്രയോജനമായത്. തൻ്റെ സ്പീഷീസ് പ്ലാന്റാറം എന്ന പുസ്തകത്തിൽ അത് 6000 സസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനകത്ത് 258 സസ്യങ്ങൾ ഇതിൽ നിന്നാണ് അദ്ദേഹം എടുത്തത്. അതാണ് ഇത് ബോട്ടണിക്കാർ പഠിക്കുന്നത്. ലോകത്തിന്റെ ഇദ്ദേഹത്തിന്റെ സംഭാവന. സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന അദ്ദേഹം ഇതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ. അതെ, സസ്യശാസ്ത്രത്തിന്റെ പിതാവെന്ന് പറയുന്നതിനേക്കാൾ അദ്ദേഹത്തെ
സസ്യശാസ്ത്ര വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ്, അല്ലെങ്കിൽ ദ്വിനാമകരണത്തിന്റെ പിതാവ്. അതെ, ദ്വിനാമപദ വർഗീകരണം, ബൈനോമിയൽ നോമൻക്ലേച്ചർ. ഓരോ സസ്യത്തിന് ഇപ്പോൾ മാംഗോ അല്ലെങ്കിൽ മാങ്ങ എന്ന് പറയുമ്പോൾ മാൻജിഫറ ഇൻഡിക്ക, മാംഗോ എന്ന് പറയുന്നത് മാൻജിഫറ എന്ന് ജീനസ് നെയിം, മാംഗിഫറ ഇൻഡിക്ക സ്പീഷീസ് നെയിം. അങ്ങനെ വർഗീകരണത്തിൽ വർഗീകരണത്തിൽ നിങ്ങൾക്കറിയാലോ, ഈ ഫൈലം, പിന്നെ ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ് എന്നുണ്ട് വർഗീകരണം, സസ്യവർഗീകരണത്തിൽ. ആ വർഗീകരണത്തിൽ ഇത് വളരെ പ്രാമുഖ്യമുള്ള ഒരു പുസ്തകമാണ്. അദ്ദേഹം ഒരു വർഗീകരണ ശാസ്ത്രജ്ഞനായിരുന്നു, ഇദ്ദേഹവും അതിന് സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു, മണിലാൽ സാർ. ഇതിന് വൈദ്യശാസ്ത്രവുമായിട്ട് ഒരുപാട് ഒരുപാടുണ്ട്. അതെ അതെ അതെ. ഇതിനകത്ത് പല ആയുർവേദത്തിൻ്റെ ഒരു പ്രാകൃത രൂപം എന്ന് പറയാം. കാരണം വേറൊരു രസം എന്താണെന്ന് വെച്ചാൽ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന മരുന്നുകളായി ഉപയോഗിക്കുന്ന 10-70 സസ്യങ്ങൾ ഇതിനകത്ത് എടുത്തിട്ടേ ഇല്ല, അതിൻ്റെ ഉപയോഗം പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഒരുപാട് സസ്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഏതാണ്ട് 3000-ഓളം മരുന്ന്, 3000-ഓളം സസ്യത്തിൽ നിന്ന് ഔഷധ ഏതൊക്കെ രോഗം, 3000 രോഗങ്ങൾക്ക് വേണ്ടി ഓരോ മരുന്നുകളുണ്ട്. മരുന്നുകൾ എങ്ങനെ ചെയ്യണം, ഒരു സസ്യശാസ്ത്രത്തിൽ ഒരു വൈദ്യശാസ്ത്രം കൂടിയാണിത്. കാരണം അതെങ്ങനെ, ഇപ്പോൾ ഏത് ഭാഗം ഇലയെടുത്ത് പിഴിഞ്ഞ് അഴിച്ച് മൂക്കിൽ ഒഴിക്കുക, അതിൻ്റെ കൂടെ ഇതും കൂടി ചേർക്കുക, അത് ലേപമായിട്ടോ, ഈ സസ്യത്തിൻ്റെ ഏത് ഭാഗം, ഇല, തണ്ട്, പൂവ്, കായ, അല്ലെങ്കിൽ ഫലം, അതിൻ്റെ വിത്ത്, വേര്, ഏത് ഭാഗം വെച്ചാൽ എന്ത് ചെയ്യേണ്ടതെന്ന് അതിനകത്ത് പറഞ്ഞു വിവക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏത് രൂപത്തിലാക്കണം, പൊടിക്കണോ, പൊടിയായിട്ടോ, ദ്രവമായിട്ടോ, ലേപമായിട്ടോ, തൈലമായിട്ടോ, കുഴമ്പായിട്ടോ, എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആയുർവേദത്തിൻ്റെ ഒരു ഫോർമുലയല്ല ഇതിൽ കാണിച്ചു. വാസ്തവത്തിൽ ആയുർവേദക്കാർക്ക് പോലും പ്രയോജനമുള്ള. ശരി, ഇത് ബേസിൽ ഒരുപാട് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് മരുന്നുകൾ, ഈവൻ കോൾഡ് അല്ലെങ്കിൽ ഒരു മുറിവിനുള്ള മരുന്ന് മുതൽ ക്യാൻസറിനുള്ള മരുന്ന് വരെ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. കോളറയ്ക്കുള്ള മരുന്ന്, അല്ലെങ്കിൽ ലെപ്രസി, കുഷ്ഠത്തിനുള്ള മരുന്ന്, ഇത് പലതരത്തിലുള്ള ഇതും, സ്കിൻ ഡിസീസസ് എന്നുള്ളത്, ഈവൻ ക്യാൻസറിനുള്ളത് വരെ ഉണ്ടെന്ന് പറയാം നമുക്ക്. കാരണം അന്ന് പല രോഗങ്ങൾക്കും പേരുകൾ കൃത്യമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് സ്കിൻ എല്ലാറ്റിനും നല്ല ഒരു ഔഷധമാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഒരു മെഡിക്കൽ ഗ്രന്ഥം കൂടിയാണ് വാസ്തവത്തിൽ. ഇത് കിണി സാർ, അതുപോലെ തന്നെ ഇത്രയും സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു, പ്രേക്ഷകർക്ക് തോന്നാവുന്ന ഒരു സംശയമാണ്, സാർ ഇതിൽ എങ്ങനെയാണ് എത്തപ്പെട്ടത്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിൽ ഇത്രയും ഒരു താല്പര്യം എങ്ങനെയാണ് സാറിന് വന്നത്? എൻ്റെ സബ്ജക്റ്റ് ബോട്ടണിയാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു പുസ്തകം ഞാനും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഹൊർത്തൂസ് മലബാറിക്കൂസ് വളക്കുന്ന സമ്പാദക്, അതായത് അതിൻ്റെ പയ്യന്നൂർ രമേശ് പൈ ആയിരുന്നു. അതിനകത്ത് ഞാനും കൂടി ഇതിൽ സംഭാവന നൽകിയിട്ടുണ്ട്. ഇതെൻ്റെ പേരാണ്, കണ്ടു, ഹൊർത്തൂസ് അബ്ദുൽ കൊങ്കണി. ഇതിനകത്ത് അതെ 742 സസ്യങ്ങളെ പറ്റി കൊങ്കണിയിലും ഓരോ ഭാഷയിലും മലയാളത്തിലും അതിൻ്റെ ബോട്ടാനിക് നെയിമും ഏത് വോള്യത്തിൽ ഏത് പേജ് ഏത് ടേബിൾ ഒക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നു. ഇതെൻ്റെ ഒരു വർഷത്തെ ഹൊർത്തൂസ് ഇതിനെപ്പറ്റിയുള്ള ഒരു ഗവേഷണം എന്ന് പറയാം. ഞാനൊരു ഡോക്ടറേറ്റ് ഒന്നും എടുക്കാനില്ല, എൻ്റെ ഒരു താല്പര്യം കൊണ്ട്, എൻ്റെ സബ്ജക്റ്റ് അതായിരുന്നു, ഞാൻ എടുത്തതാണ്. അതൊരു 1 വർഷം ഇരുന്നിട്ട് സുകൃതീന്ദ്ര ഓറിയൻ്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കുത്താപ്പള്ളിയിൽ ഇരുന്ന് ചെയ്ത ഒരു വർക്കാണ്. അതിൽ പ്രചോദനം എനിക്ക് നൽകി തീർച്ചയായും ഇന്നത്തെ കൊങ്കണിയിലത്തെ ഒരു മാസ്റ്റർ എന്ന് പറയാം, കൊങ്കണി വിദഗ്ധനായിട്ടുള്ള പയ്യന്നൂർ രമേശ് പൈ, അതിൻ്റെ മോഗിയായിട്ടുള്ള പയ്യന്നൂർ രമേശ് പൈ നമുക്ക് മറക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ എന്ന നിലയിലും അദ്ദേഹമാണ് ഇതിന് പ്രചോദനം നൽകി, ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്ത് ഇത് സംഗ്രഹിച്ചതും കമ്പൈൽ ചെയ്തതും എഡിറ്റ് ചെയ്ത് എല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്തു. എനിക്ക് വളരെ ഉപകാരപ്രദമായി ഈ ഓരോ സ്ഥലനാമങ്ങൾ, അതുപോലെ തന്നെ ഇതിലെ ഓരോ വൈദ്യത്തിൻ്റെ ഈ എല്ലാ സസ്യങ്ങളും വൈദ്യമുണ്ട്. അപ്പോൾ ഔഷധികളാണ് ഇതൊക്കെ, ഒക്കതെന്ന് പറയും കൊങ്കണിയിൽ. ഇതൊക്കെ ഇതിൽ കിണിസാറിന്റെ ഈ ഹെർബേറിയവും കാര്യങ്ങളും ഒക്കെ, അതുപോലെ അത് എൻ്റെ പഠനകാലത്ത് ഇതും കൂടി എനിക്ക് പ്രയോജനമായി. ഇതെൻ്റെ 71-72 എൻ്റെ ബോട്ടണിയിലത്തെ എൻ്റെ റെക്കോർഡാണ്. കണ്ടോ, ഇതിനകത്ത് ഓരോ സസ്യങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. കാരണം അതിപ്പോൾ ഞാൻ സൂക്ഷിച്ചു വെച്ചില്ല. എനിക്ക് എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു സബ്ജക്റ്റായിരുന്നു ബോട്ടണി. പക്ഷേ എന്ത് ചെയ്യാം, ബാങ്കിൽ ചേർന്നു, ബാങ്കിൽ റിട്ടയർ ആയപ്പോൾ വീണ്ടും ഇതിൻ്റെ താല്പര്യം ഞാൻ കൂട്ടി. ഓരോ സസ്യങ്ങളെപ്പറ്റിയും ബ്രയോഫൈറ്റ്സ്, ഏറ്റവും താഴ്ന്ന സസ്യങ്ങളാണ് ബ്രയോഫൈറ്റ്സ്, സ്പോർസ് ആണ് അതിന്. ബ്രയോഫൈറ്റ്സ്, ഇത് ടാലോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ്, ലെഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആംഗിയോസ്പേംസ് എന്നൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഒരു കുറ്റിച്ചെടി, ഷ്രബ്, ഹെർബ്, ഷ്രബ് ആൻഡ് ട്രീ എന്നാണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ വർഗീകരണം ഇനിയും കുറച്ച് കൂടിയിട്ടുണ്ട്, കുറേ വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഹെർബേറിയം, ഈ ഹൊർത്തൂസ് മലബാറിക്കൂസ് വാൻഡ്രിഡ് രചിക്കുന്ന ഈ 12 വോള്യങ്ങൾ വന്നതിന് ശേഷം പലരും ഹെർബേറിയത്തെ പറ്റി അറിയാൻ തുടങ്ങിയപ്പോൾ പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്താണ്, ഏതാണ്ട് ഇതിൻ്റെ ഒരു 10-20 വർഷം മുമ്പാണ് ഹെർബേറിയം എന്ന കോൺസെപ്റ്റ് തന്നെ വന്നത്. അതായത് ഈ സസ്യങ്ങളൊക്കെ എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കാം ഭാവിക്ക് വേണ്ടി. അതിന് 2 തരമുണ്ട്. ഒന്ന് വരയ്ക്കുക, എഴുതുക, അതാണ് ഈ ഹൊർത്തൂസ് മലബാറിക് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരേ സമയത്ത് ഇത് സസ്യങ്ങളൊക്കെ എടുത്ത് സൂക്ഷിക്കേണ്ട നഷ്ടപ്പെട്ടേക്കാം. കണ്ടോ,
ഇതിൻ്റെ ഓരോന്നിനെ കളർ വരെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ ഓരോ സസ്യം. ഇതാണ് ഹെർബേറിയം എന്ന് പറയുന്നത്. കണ്ടോ ഇത് എക്കാസിയ മെലനോക്സൈലോൺ മിമോസെ ഫാമിലി ഓർഡർ കളക്ടഡ് ഫ്രം കലൂർ 1475 രാമകൃഷ്ണക്കിണി മഹാരാജാസ് കോളേജ് എറണാകുളം. ഇതാണ് ഇങ്ങനെ ഓരോ പേജും. നമുക്ക് ഇതിന് മാർക്കുണ്ട്, നല്ലൊരു ശതമാനം മാർക്ക് കിട്ടും നമുക്ക്. ഇത് ഒരുപാട് എടുത്തിട്ടുണ്ട്. കൊച്ചി മാത്രമല്ല, തൊട്ടപ്പേട്ട, ഊട്ടി, കൂനൂർ, പള്ളിപ്പുറം, അങ്ങനെ ഞാൻ പോയിടത്തൊക്കെ ഒരു സസ്യം ഇത് കണ്ടോ ട്രൈഡാക്സ് പ്രൊക്കുംബൻസ് എന്നൊരു കൊമ്പോസിറ്റ് വർഗ്ഗത്തിലുള്ള ഒരു പുഷ്പമാണ്. ഇതിൻ്റെ ചിത്രങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും, അതിൻ്റെ കളറും പോയിട്ടില്ല. അപ്പോൾ ഇതൊരു ഉപകാരപ്രദമായ കാര്യമാണ്. ഹെർബേറിയം അദ്ദേഹം ചെയ്തിരുന്നു എല്ലാ സസ്യങ്ങൾക്കും. പക്ഷെ കഷ്ടം എന്ന് പറയാം, ഈ ഹെർബേറിയം നഷ്ടപ്പെട്ടു. അതായത് പോണ വഴിക്കോ എവിടെയോ നഷ്ടപ്പെട്ടു. ഇതിനകത്ത് ഒരുപാട് സങ്കടകരമായ കാര്യങ്ങളും പലതും നഷ്ടപ്പെട്ടു. ഇട്ടി അച്യുതന് താളിയോല ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെട്ടു, അതൊന്നും കാണുന്നില്ല. ജീവിതം തന്നെ നഷ്ടപ്പെട്ടു അത് പലർക്കും. ഈ പുസ്തകം എല്ലാം ഇറങ്ങുന്നതിന് മുമ്പ് വാൻഡ്രിഡ് 2 വർഷം മുമ്പ്, അതായത് 1691 അദ്ദേഹം നിര്യാതനായി. മൊത്തായിസ് അല്ലെങ്കിൽ കർണേറോ ഈ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ഇത് ആദ്യം കൊങ്കണിയിൽ, പിന്നെ മലയാളം, പിന്നെ പോർച്ചുഗീസ്, പിന്നെ ഡച്ച്, പിന്നെ ലാറ്റിൻ. പിന്നീടാണ് മണിലാൽ കുറേ വർഷം, ഒരു 300-330 വർഷത്തിന് ശേഷം മണിലാൽ താല്പര്യപ്പെട്ട് 35 വർഷത്തിന് ശ്രമത്തിന് ശേഷം ഉണ്ടാക്കിയതാണ് ഈ പറഞ്ഞ പരിഭാഷ. അതിലാണ് ഈ പറഞ്ഞ അദ്ദേഹം 35 വർഷം ഒഴിഞ്ഞു വെച്ചു ഇതിനു വേണ്ടി. വാൻഡ്രിഡ് 30 വർഷമാണ് ഒഴിഞ്ഞു വെച്ചതെങ്കിൽ ഇദ്ദേഹം 35 വർഷം ഒഴിഞ്ഞു വെച്ച് അതിൻ്റെ എല്ലാ അദ്ദേഹത്തിൻ്റെ ഇത് 1/2 നൂറ്റാണ്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച മനുഷ്യനായിരുന്നു മണിലാൽ. അങ്ങനെയാണ് പുസ്തകങ്ങളൊക്കെ വന്നത്, നമുക്കിന്ന് അറിയാൻ പറ്റുന്നത്. വീണ്ടും ഈ വൈദ്യത്രയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവർ ഒരു കൊങ്കിണി പ്രമാണപത്രം പുറപ്പെടുവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്, അതിന്റെ പ്രസക്തി എന്താണ്? ഈ കൊങ്കണി പ്രമാണപത്രം വളരെ പ്രമുഖമാണ്. കാരണം ഇതിൽ 6 പ്രമാണപത്രങ്ങളുണ്ട്. ഇട്ടിയശുവിൻ്റെയും ട്രാൻസ്ലേറ്ററുടെയും ഇങ്ങനെ 6 പ്രമാണപത്രങ്ങൾ. പ്രധാനം ഈ പറഞ്ഞ കൊങ്കണി പ്രമാണപത്രമാണ്. ഈ കൊങ്കണി പ്രമാണപത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ പറഞ്ഞ വൈദ്യർ അപ്പുഭട്ട്, വിനായക് ഭട്ട്, രംഗഭട്ട്, ഇവർ 3 പേരും ത്രയങ്ങളെന്ന് പറയാൻ കാരണം ഇവരെല്ലാം രാജാവ് വിളിപ്പിച്ചതും ഈ വാൻഡ്രിഡ് വരാൻ പറഞ്ഞ രാജാവ് ത്രൂ പറഞ്ഞയച്ചതും എല്ലാം ഒന്നിച്ചായിരുന്നു. ഈ 3 പേര് ഒന്നിച്ച് വന്നു, ഇട്ടിയചിത്രം വന്നു, ഇവരൊക്കെ ഡിസ്കഷനൊക്കെ നടന്നു. ഇവരിങ്ങനെ ഇരുന്ന് ഓരോ സസ്യങ്ങളും അവിടെ ഇവിടെ നിന്നൊക്കെ കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് സംഗ്രഹിച്ച ആ സസ്യങ്ങൾ ഉടനെ അത് വരയ്ക്കണം. അത് ഫോട്ടോഗ്രാഫി മൊബൈലൊന്നും ഇല്ല, അത് വരച്ചിട്ട് കുറേ ആർട്ടിസ്റ്റ് ഉണ്ടാവും. അതിൻ്റെ ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല. ഇന്നത്തെ കാലത്ത് നമുക്കത് എടുക്കാം, ടെക്നോളജി ഇല്ല എന്ന്. അപ്പോൾ ഇതെല്ലാം ചിലപ്പോൾ വരയ്ക്കുന്നവർക്ക് അറിയില്ലായിരിക്കും ശരിക്കും ഇതിനെപ്പറ്റി, ഭാഷ അറിയില്ല. ഇതെല്ലാം ചെയ്ത് അദ്ദേഹത്തിൻ്റെ കീഴ് ഒരു 200 പേരുണ്ടായിരുന്നു ഇതിനു വേണ്ടി. ഇങ്ങനെ പ്രയത്നപ്പെട്ട് ചെയ്തതാണ്. അപ്പോൾ കൊങ്കണിയിൽ ഇതിൽ പറഞ്ഞിരിക്കുകയാണ് 2 വർഷം ഞങ്ങൾ, അതായത് ഈ പ്രമാണപത്രം കൊടുത്തിട്ടിപ്പോൾ ഇന്ന് ഏപ്രിൽ 20, 1675 ഈ പ്രമാണപത്രം കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോൾ 350 വർഷങ്ങളായി ഇത് ആഘോഷിക്കുകയാണ്. ഇപ്പോൾ പ്രമാണപത്രത്തിൻ്റെ 350 എന്ന് പറയുമ്പോൾ ഒർത്തൂസിൻ്റെയും 350 വർഷങ്ങളായി. ശരിക്കും പ്രമാണപത്രത്തിൽ എന്താണ് പറയുന്നത്? പ്രമാണപത്രത്തിൽ പറയുന്നത് 2 ദിവസം അഹോരാത്രം പ്രയത്നിച്ച് ഈ സസ്യങ്ങളെപ്പറ്റി ഗവേഷണം ചെയ്തത് കൊങ്കണി ദേവനാഗരിക ലിപിയായ കൊങ്കണിയിലാണ് ഞങ്ങൾ ഈ പ്രമാണപത്രം കൊടുത്തിട്ടുള്ളത്. ഇതിനകത്തെല്ലാം കൊങ്കണി പദങ്ങളും ഉണ്ട്. കൊങ്കണി, ലാറ്റിൻ, മലയാളം, അറബിക്. വാസ്തവത്തിൽ ഇതെല്ലാം ഈ കൊങ്കണി എന്ന് പറയുന്ന ഈ പ്രമാണപത്രം അതിൽ മാത്രമല്ല, ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ കൊച്ചിയിലിരുന്ന് ഇന്നേ ദിവസം ഞങ്ങൾ ഈ 3 പേര് ഇതിൽ ഇത്ര കഷ്ടപ്പെട്ട് വരുത്തി, അതൊക്കെ എഴുതി വരച്ച് ഇതൊക്കെ ചെയ്ത് എംബോസ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി കൈയെഴുത്ത് പ്രതി ചെയ്തത്. ഇത് കഷ്ടപ്പെട്ട് ഈ 2 വർഷത്തിൻ്റെ പ്രയത്നം ഇതിനകത്ത് സൂചിപ്പിക്കുന്നുണ്ട്. ഇത് സത്യമായിട്ട് അവർ പറയുകയാണ്. അതും കൊങ്കണി, ദേവനാഗരി കൊങ്കണിയിലാണ് പ്രമാണപത്രം. ഈ പ്രമാണപത്രം ബേസ് വെച്ചിട്ടാണ് കൊങ്കണിക്ക് 1992 ഓഗസ്റ്റ് 20 ശരിയാണ് ഒരു പ്രധാനപ്പെട്ട രേഖയായിട്ടാണ് അവർ എടുത്തിരിക്കുന്നത്. അങ്ങനെയാണ് കൊങ്കണിക്കൊരു മാന്യത കിട്ടിയത്, അംഗീകാരം. ഈ പുസ്തകം, ഞാനീ കാണിച്ച പുസ്തകം ഹൊർത്തൂസ് മലബാറിക്കും കൊങ്കണികളുടെ പങ്കുമെന്ന് എൻ ബാലകൃഷ്ണൻ മല്യ എഴുതിയ പുസ്തകമാണ്. ഈ പറഞ്ഞ ഒരു പ്രതിമയുണ്ട് കൊച്ചിയിൽ, ചെർളയിൽ, ഈ 3 വൈദ്യത്രയങ്ങളുടെ. അദ്ദേഹമാണ് ഇതിൻ്റെ ആർട്ടിസ്റ്റ്. അദ്ദേഹമാണ് ഇത് ഐഡിയ വെച്ച് ചെയ്തത്. കാരണം ആരും കണ്ടില്ല ഇത്. അതെ. ഇനി തുടർന്ന് ഈ സസ്യശാസ്ത്ര വിദ്യാർത്ഥികൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് ഏറ്റെടുക്കണം അല്ലെങ്കിൽ ചെയ്യണമെന്ന് വിചാരിച്ചാൽ എന്തൊക്കെ സഹായങ്ങളായിരിക്കും അവർക്ക് കിണിയും സാറിന് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അവരെ ലീഡ് ചെയ്യാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ഗുണമുള്ള കാര്യമായിരിക്കും. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കാരണം ഞാൻ തന്നെ ചെയ്ത ഈ പ്രവൃത്തി എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ റീവർക്ക് ചെയ്യണം. ഈ 1 വർഷത്തിൻ്റെ വർക്ക് പലതും അതിൽ എനിക്ക് തന്നെ ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വെരിഫൈ ചെയ്യുമ്പോൾ തെറ്റുകളുണ്ട്. കാരണം അന്നത്തെ മലയാളം
വളരെ കഷ്ടമാണ്. കോലെഴുത്ത് 3 തരത്തിലുണ്ടായിരുന്നു: കോലെഴുത്ത്, വട്ടെഴുത്ത്, പിന്നെ ആര്യയെഴുത്ത്. അപ്പോൾ ഈ കോലെഴുത്ത് എന്ന് പറഞ്ഞ മലയാളത്തിൽ ഒരുപാട് തരത്തിലുള്ള അക്ഷരങ്ങളൊക്കെ ഏതോ ചിത്രം വരച്ച പോലെ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ കരിമ്പന എന്ന് എഴുതുമ്പോൾ കന്ന ക ക ക ന ന എന്നുണ്ടാവും. അത് ഞങ്ങൾ നോക്കി അനലൈസ് ചെയ്ത് ശരിയാക്കണം. അത് തിരുത്താൻ പറ്റില്ല. ശരിയാക്കിയിട്ട് ഞാൻ എത്തണം. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യാനുണ്ട്. ഇനിയും എൻ്റെ ഒരുപാട് അതിനകത്ത് മിസ്റ്റേക്ക് ആയിട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഈ പുസ്തകം ഇറക്കുമ്പോഴും ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. എന്നാലും ഇനിയും അതിൽ ഒരുപാട് വർക്ക് ചെയ്യണം. മലയാളം അതുപോലെ, മലയാളവും കൊങ്കണി അതുപോലെ. തുടർന്നുള്ള തലമുറ ഇത് കൊണ്ടുപോകണം എന്നാണ് കിണി സാറിന്റെ. അത് തുടർന്നുള്ള തലമുറയ്ക്ക് ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർക്ക് ഇതിനകത്ത് ഒരുപാട് റിസർച്ച് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഉണ്ട്. മരുന്നുകളെ പറ്റി, സ്ഥലങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഈ ഇത് പറഞ്ഞ സംഭരിച്ച ആയുർവേദ ശാസ്ത്രത്തിനും ഇത് ഉപകാരപ്പെടുന്നുണ്ട്. ആയുർവേദത്തിലെ 100% അവർ എടുത്തിട്ടില്ല. എന്നാലും ആയുർവേദത്തിന് വളരെ ഉപകാരപ്രദമായൊരു സസ്യസമ്പത്താണ്. സസ്യശാസ്ത്ര സമ്പത്താണ്. ഒരു സമുച്ചയമാണിത് പുസ്തകങ്ങളുടെ ഗ്രന്ഥത്തിൻ്റെ. വളരെ ഉപകാരപ്രദമായത്. കാരണം കാരോളസ് ലിന്നൈസ് എന്ന് പറഞ്ഞ ശാസ്ത്രജ്ഞനും ഇതിന് 258 സസ്യങ്ങൾ ഞാൻ അതിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല. അതാണ് ഇന്ന് ബോട്ടണി. അദ്ദേഹമാണ് ഫാദർ ഓഫ് ടെക്സോണമി എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അത് കേരളത്തിലെ പല ആൾക്കാർക്കും അറിഞ്ഞുകൂടാന്നാണ് തോന്നുന്നത്. ഈ ഗ്രന്ഥത്തെ കുറിച്ച് അറിയാമെങ്കിലും ഇതിന് ഇത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു എന്നുള്ളത് കിണി സാർ ഇപ്പൊ പറയുമ്പോഴാണ് മനസ്സിലാകുന്നത്. എനിക്ക് തന്നെ ഇതിനെപ്പറ്റി അറിഞ്ഞു. ഞാൻ ബോട്ടണി പഠിച്ചിരുന്നപ്പോഴും കേട്ടിട്ടുണ്ട് ഹോർത്തൂസ് മലബാറികം. എനിക്ക് തന്നെ അറിയില്ല ഇതിന്റെ പ്രാധാന്യം എന്താണ്. ഞാനിതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞ് പയ്യന്നൂർ രമേശ് പൈനോട് വന്ന് പറഞ്ഞു, ബാങ്കിൽ നിന്ന് റിട്ടയർ ആയപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യണം. പയ്യന്നൂർ രമേശ് പൈ, ആനന്ദ് കമ്മത്ത്, ശ്രീ ആനന്ദ് കമ്മത്ത് ആൻഡ് മിസ്റ്റർ സദാനന്ദ ഭട്ട് ഇവർ വന്നിട്ട് എന്നോട് പറഞ്ഞു, താൻ കൊങ്ങണിയെ പറ്റി, ഈ ഹോർത്തൂസിനെ പറ്റി ചെയ്യണം. അങ്ങനെ ഞാൻ ആരംഭിച്ചതാണ്. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇത്ര വലിയ ഒരു വിജ്ഞാന ഭണ്ഡാരമാണിതെന്ന്. ഇതിലിപ്പോ എന്തെങ്കിലും വർക്കുകൾ നടക്കുന്നുണ്ടോ ഇതുപോലെ പുസ്തകം? ഞാനിപ്പോൾ വീണ്ടും എഴുതാൻ തീരുമാനിക്കുകയാണ്. ഇതിന് ഞാൻ എഴുതിയ ഒരുപാട് തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് വീണ്ടും അത് നല്ല ഭംഗിയായിട്ട് എഴുതണം. കാരണം ഞാനന്ന് ചെയ്യുമ്പോൾ ഈ പുസ്തകം മലയാള പുസ്തകം അവിടെ ഇല്ലായിരുന്നു. മലയാള പുസ്തകം പിന്നീട് വന്നതാണ്. 2008 മലയാളം വന്നത്. അപ്പോൾ ഈ 2003 ഞാൻ ഇംഗ്ലീഷിൽ വെച്ചിട്ടാണ് ചെയ്തത്. ഇംഗ്ലീഷിൻ്റെ ബേസിസിൽ പലതും മലയാളത്തിൽ. ഈ മണിലാലിൻ്റെ മലയാളത്തിൽ ഒന്നുകൂടി നന്നായിട്ട് അദ്ദേഹം മലയാളത്തിലെ പദങ്ങളും ഇതൊക്കെ നല്ല നിർവഹിച്ചു. ഈ സസ്യങ്ങളൊക്കെ അത്ര എളുപ്പമല്ല. ഓരോരുത്തും പോയിട്ട് അന്നത്തെയുള്ള സസ്യങ്ങളൊന്നും ഇന്നില്ല. അപ്പോൾ ഈ 742 സസ്യങ്ങളും ഓർഗനൈസ് ചെയ്യണം, സംഭരിച്ച് കൊണ്ടുവരണം. ഇതൊരു വലിയ പ്രയത്നമാണ്. അപ്പോൾ ഈ മലയാളത്തിൽ ഇനിയും എനിക്ക് മലയാളത്തിൽ വെച്ചിട്ട് ഇനിയും പലതും ചെയ്യാനുണ്ട്. ഇതിൽ പലർക്കും എന്തെങ്കിലും സംശയം ആർക്കെങ്കിലും എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞാൻ തയ്യാറാണ്. ഞാനൊരു എക്സ്പേർട്ട് അല്ല, എന്നാലും എനിക്കൊരു താല്പര്യം, ഇതൊരു പാഷനാണ്, ഒരു വ്യക്തി താല്പര്യമാണ്. അതുപോലെ ഇതിന് പരാമർശിക്കപ്പെടാതെ പോയ പല പ്രധാനപ്പെട്ട സസ്യജാലങ്ങളില്ലേ ഉണ്ട്? ഒരുപാടുണ്ട്. ഇതിനകത്ത് പറയാത്തത് ഇപ്പോൾ പൊട്ടാറ്റോ, ഞങ്ങളുടെ ഉരുളക്കിഴങ്ങിനെ പറ്റി സൂചിപ്പിച്ചിട്ടില്ല. പിന്നെ കപ്പലണ്ടിയെ പറ്റി പറഞ്ഞില്ല. കപ്പ, മരച്ചീനി, മാനിഹോട്ട് യുട്ടിലിസിമ അതിൻ്റെ പേര്, അതിനെപ്പറ്റി പറഞ്ഞിട്ടില്ല. പൊട്ടാറ്റോ അതറിയാം നിങ്ങൾക്ക്, സോളാനം ട്യൂബറോസം എന്നാണ് പേര്, അതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടില്ല. കൊക്കോയെ പറ്റി പറഞ്ഞില്ല. കൊക്കോ അല്ലെങ്കിൽ പുകയില, ടുബാക്കോ, അതിനെപ്പറ്റി, ദുറാപ്പാൻ, അതിനെപ്പറ്റി സൂചിപ്പിച്ചില്ല. അത് കാരണം അതൊരു കൃത്യമായ ഒരു ഉത്തരം കൊടുക്കാൻ കഷ്ടമാണ്. കാരണം അവർ കുറേ പോർച്ചുഗീസിൽ നിന്ന് വന്ന സസ്യങ്ങൾ എടുത്തിട്ടുമുണ്ട്. ഇത് പോർച്ചുഗീസിൽ നിന്നുള്ള സസ്യങ്ങളായിരുന്നു. കാരണം ഡച്ചുകാരുടെ വിരോധികളായിരുന്നു പോർച്ചുഗീസിൽ നിന്നാണ് അവർ എല്ലാം ആക്രമിച്ചു. കേരളത്തിലായാലും എല്ലായിടത്തും, പ്രത്യേകിച്ചും കേരളത്തിൽ കോട്ടയം നിന്ന് അവർ ഇവിടെ നിന്നാണ് ഈ ഹോർത്തൂസ് തുടങ്ങുന്നതിന് കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ടൊരു 19 വർഷങ്ങൾക്ക് മുമ്പാണ് അവരിവിടെ വന്നിട്ട് ഇത് പതുക്കെ ഇതിൻ്റെ ആരംഭിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ കൊച്ചി പ്രദേശം അവർ പിടിച്ചെടുത്തത്, ഒരു 40 വർഷം മുമ്പ്. അതിനുശേഷമാണ് ഈ പോർച്ചുഗീസുകാരെന്ന് വെച്ചാൽ അവർക്ക് വിരോധമാണ്. നമുക്ക് വിരോധമാണ്. നമ്മളെ ഗോവയിൽ നിന്ന് ഓടിച്ചത് പോർച്ചുഗീസുകാരാണ്, മതന്മാരെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പോർച്ചുഗീസിന് എഗെയിൻസ്റ്റ് ആണ് ഇവരുണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഈ പോർച്ചുഗീസിൽ നിന്ന് വന്ന സസ്യങ്ങളാണ് ഇതൊക്കെ. ഈ പൊട്ടാറ്റോ അല്ലെങ്കിൽ ഈ മരച്ചീനി, അതുകൊണ്ടായിരിക്കാമെന്ന് നമുക്ക് അനുമാനിക്കാം. നമ്മളെല്ലാം നമ്മുടെ പഠന പുസ്തകങ്ങളിലെല്ലാം പരാമർശിച്ച് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും അറിവ് അതിനെക്കുറിച്ച് നമുക്ക് നൽകിയ, അല്ലെങ്കിൽ അതിൽ കേരളത്തിൻ്റെ പ്രസക്തി ഇത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിവ് നൽകിയ രാമകൃഷ്ണ കിണി സാറിന് ഒത്തിരി നന്ദി. ഇത് തീർച്ചയായും ഇനി വരുന്ന ശാസ്ത്ര വിദ്യാർത്ഥികൾക്ക്, ഗവേഷണം ചെയ്യുന്നവർക്ക് ഒക്കെ ഒരു പ്രചോദനമാകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. തുടർന്നും ഈ ചാനൽ ഇത്തരം അറിവ് തരുന്ന വിഷയങ്ങളുമായി
കടന്നു വരും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയും കൂടെ ചെയ്യുകയാണ്. നന്ദി സർ. നന്ദി, നമസ്കാരം.